125 അടിയിൽ മഹാഭാരത കഥ ചുമർചിത്ര രൂപത്തിൽ ദൃശ്യാവിഷ്കരിച്ചിരിക്കുകയാണ് ഒരു ചിത്രകാരൻ. മലപ്പുറം എടപ്പാൾ കോലളമ്പ സ്വദേശി അരുൺ അരവിന്ദാണ് മഹാഭാരത കഥാസന്ദർഭങ്ങളെ കോർത്തിണക്കി മഹാചുമർചിത്രം തയ്യാറാക്കിയത്. കുട്ടികൾക്കടക്കം എളുപ്പത്തിൽ മഹാഭാരത കഥ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടുവരാം. മഹാഭാരത കഥയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് ഈ ചുമർചിത്രത്തിന്റെ പ്രത്യേകത. 125 അടി നീളവും 3 അടി വീതിയുമുണ്ട്. മഹാഭാരതത്തിലെ നിരവധി സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും കൂട്ടിച്ചേർത്താണ് തയ്യാറാക്കിയത്. സ്ഥിരം കണ്ടുപോകുന്ന കഥാപാത്രങ്ങൾക്ക് അപ്പുറം പരിചിതമല്ലാത്ത കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയുമാണ് ചുമർചിത്രത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ പർവ്വത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളെ നമ്മൾ ചിത്രീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടെടുക്കുകയും അതിനെയാണ് നമ്മൾ മ്യൂറൽ ചുമർചിത്ര ശൈലിക്ക് മാറ്റിയിട്ട് ഈ 125 അടി നീളമുള്ള ചിത്രം ഒരുക്കുന്നത്. അതിലൊരു പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ പഠനം തന്നെയായിരുന്നു. ഒരു 2-3 മാസത്തോളം നമ്മളിതിൻ്റെ വരയ്ക്കുന്ന സീനുകൾ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് പഠനം തന്നെ നടത്തി. അതൊരു ഓർഡർ വേണം. പിന്നെ നമ്മൾ കണ്ടുപോരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഗീതോപദേശം കാണും, അങ്ങനെ കുറച്ച് ചിത്രങ്ങളല്ലേ മഹാഭാരത റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ തന്നെ ഉപകഥകളെ എങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ കൂടുതൽ ശ്രമിച്ചിരിക്കുന്നത്. ഇത് മൊത്തം ഇതിൻ്റെ പഠനമടക്കം കാലാവധി നോക്കുകയാണെങ്കിൽ 1 വർഷത്തോളം നമ്മൾ അതിൻ്റെ വേണ്ടി ചെലവഴിക്കും. മഹാഭാരതത്തിലെ 18 പർവ്വങ്ങളിലെ കഥാസന്ദർഭങ്ങളെ ആസ്പദമാക്കിയാണ് വരച്ചത്. കോട്ടക്കൽ ആർട്ട് ഗാലറിക്ക് വേണ്ടിയാണ് ചുമർചിത്രം തയ്യാറാക്കി നൽകിയത്. 1 വർഷത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ. മാസങ്ങളോളം പഠനം നടത്തി. ഗുരുവായൂർ ചുമർചിത്രകലാ പഠന കേന്ദ്രത്തിൽ നിന്നാണ് അരുൺ ചിത്രരചന പഠിച്ചത്. ഇതിനകം നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രം വരച്ചു നൽകി. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.